54 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ 60 സെക്കൻഡ് കൊണ്ട് പ്ലാറ്റ്ഫോം കടക്കുന്നു. പ്ലാറ്റ്ഫോമിന്റെ നീളം 500 മീറ്റർ ആയാൽ ട്രെയിനിന്റെ നീളം എത്ര? നമുക്കിതിൽ ആദ്യം ദൂരം എഴുതാം. ദൂരം എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിന്റെ നീളത്തെ കുറിച്ച് പറയുന്നുണ്ട്, പ്ലാറ്റ്ഫോമിന്റെ നീളത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് രണ്ടും കൂടി കൂട്ടിയാലാണ് ദൂരം. ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടി കൂട്ടുക. ട്രെയിനിന്റെ നീളം നമുക്ക് അറിയില്ല, അത് നമുക്ക് എക്സ് എടുക്കുക, കൂട്ടണം. പ്ലാറ്റ്ഫോമിന്റെ നീളം 500, അത് രണ്ടും കൂടി കൂട്ടി അത്രയും. ഇത് യൂണിറ്റ് മീറ്റർ ആണല്ലോ, മീറ്ററിന്. അപ്പൊ ദൂരം എഴുതി. ഇനി നമുക്ക് അടുത്തതായിട്ട് വേഗത എഴുതാം. വേഗത എഴുതുക. വേഗത എത്രയാണ്? 54 കിലോമീറ്റർ പ്രതി മണിക്കൂർ. ഇനി ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇവിടെ മീറ്റർ ആണ്, ഇത് കിലോമീറ്റർ ആണ്. അപ്പൊ ഒരേ യൂണിറ്റ് അല്ല. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റിയാൽ മതി. നമുക്ക് 54നെ 5/18 കൊണ്ട് ഗുണിക്കുക. നമുക്ക് ഇത് വെട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ 3 എന്ന് വരും. 3 × 5 15 കിട്ടും. ഇപ്പൊ ഈ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡ് ആയി. അതായത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ മീറ്റർ പ്രതി സെക്കൻഡ് ആക്കി മാറ്റാനാണ് നമ്മൾ 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ്. ഇപ്പൊ യൂണിറ്റ് നോക്കുക, അവിടെ മീറ്റർ ഒരുപോലെ. ഇനി നമുക്ക് സൂത്രവാക്യം ഉപയോഗിക്കാം. എന്താണ് സൂത്രവാക്യം? ദൂരം സമം വേഗത ഇൻറ്റു സമയം. ഇതിൽ വില കൊടുക്കുക. ദൂരം എത്രയാണ്? ഇതാണ്. എത്രയാണ്? x + 500 സമം വേഗത എത്രയാണ്? 15 ഇൻറ്റു സമയം നമുക്ക് 60. അപ്പൊ x + 500 സമം ഇത് കുടിക്കുമ്പോൾ 900 എന്ന് വരും. x + 500 900 ആണെങ്കിൽ എക്സിന്റെ സ്ഥാനസംഖ്യ കാണാൻ 900 500 കുറച്ചാൽ മതി. 900 കുറയ്ക്കണം 500 എത്ര വരും? 400 വരും. എന്താ ഈ എക്സ്? നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളവും പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടി കൂട്ടണം. അപ്പൊ ട്രെയിനിന്റെ നീളമാണ് എക്സ്. ട്രെയിനിന്റെ നീളം എത്രയാണ്? 400 മീറ്റർ.